ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരുപാട് നല്ല ടിപ്സുമായിട്ടാണ്. അപ്പോൾ ആൻഡ്രിയാസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ടിപ്സ് എന്ന് പറയുന്നത്, നമ്മൾ ഇതേപോലെ ബസ്മതി റൈസ് ഒക്കെ നമ്മൾ വാങ്ങിച്ചു, ഇപ്പോൾ കുറച്ചൊക്കെ ബാക്കി വന്നു എന്ന് വിചാരിച്ചോളൂ. പക്ഷേ നമുക്കിപ്പോൾ ദിവസം നമ്മൾ ബിരിയാണി വെക്കില്ലല്ലോ. അപ്പോൾ കുറച്ചൊക്കെ ബാക്കി വന്നു, ഇത് കുറച്ച് ദിവസം ഇങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലിങ്ങനെ ഈ അരിയിലൊക്കെ നമുക്കറിയാലോ, ഇങ്ങനെ ഒരു കട്ട കട്ട പോലെ വരില്ല. അതായത് ഒരു 3-4 അരിമണികൾ ചേർന്നിട്ട് ഒരു ഇങ്ങനെ കട്ട കട്ടയായിട്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പം അങ്ങനെ ഒരു കാര്യം വരുമല്ലോ, ഈ ഈർപ്പൊക്കെ നിന്നിട്ട് വരുന്നതാണ്. അപ്പം അങ്ങനെയൊന്നും ഇപ്പോൾ കുറേ ദിവസം ഈ അരി വെച്ചാലും അങ്ങനെയൊന്നും പെട്ടെന്ന് കേടാവാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതേപോലെ ഒരു ചിരട്ടയുടെ ഒരു പീസ് എടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ചിരട്ടയുടെ പീസ് ഡ്രൈ ആയിട്ടായിരിക്കണം, നനഞ്ഞ ചിരട്ടയുടെ എടുക്കരുത്. അതിനുശേഷം ഇതൊന്ന് ഇതിലോട്ട് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുത്താൽ മതി. ഇതിലിപ്പോൾ കുറച്ച് അരിയല്ലേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് ഇങ്ങനെ ചിരട്ടയുടെ ഈ ഒരു പീസ് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ കുറേ ദിവസം ഈ ഒരു ബസ്മതി റൈസ് കുറേ ദിവസം ഇപ്പോൾ ബാക്കി വന്നാലും, കുറച്ച് ബാക്കി വന്നിട്ട് നമ്മളിങ്ങനെ വെച്ചാലും കുറേ ദിവസം ഇരുന്നാലും ഒരു കേടും വരില്ല. അതിനങ്ങനെ ആ ഒരു കട്ട പിടിക്കുക അങ്ങനത്തെ ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അടുത്ത നമ്മുടെ ടിപ്സ് എന്ന് പറയുന്നത്, നമ്മുടെ ഇങ്ങനെ കോഫി പൗഡറൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാതെ, ഇപ്പോൾ ഫ്രിഡ്ജിലെ സ്ഥലം അല്ലെങ്കിൽ പുറത്ത് തന്നെ വെക്കണം എന്ന് വിചാരിച്ചോളൂ. എന്നാൽ നമ്മൾ ഡെയിലി ഇപ്പോൾ ചായയും കാപ്പിയൊന്നും കുടിക്കുന്ന ആൾക്കാരല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കേടാവില്ലേ. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഇതിങ്ങനെ കട്ട പിടിച്ചൊന്നും പോവാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇതേപോലെ നമ്മളൊരു ഫോയിൽ പേപ്പർ ഇങ്ങനെ വെച്ചിട്ട്, അപ്പോൾ എയർ ടൈറ്റ് ആക്കി വെക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇതേപോലെ ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് പിന്നെ നമ്മൾ അടപ്പെടുത്തിട്ട് നമ്മൾ അടച്ചിട്ട് നമ്മൾ പുറത്തേ നമുക്ക് വെക്കാം കേട്ടോ. പിന്നെ ഒരു കേടും വരില്ല, അത് മോയ്സ്ചർ ആവുമൊന്നുമില്ല. പിന്നെ ഇടയ്ക്കൊന്ന് നമ്മൾ എടുക്കുമ്പോൾ ഒന്നിങ്ങനെ ഷേക്ക് ചെയ്തിട്ട് എടുക്കുക. കാരണം ഈ താഴെയില്ലേ, ഇതിൻ്റെ താഴെ ഇങ്ങനെ കട്ട പിടിച്ച് ഇങ്ങനെ ഇരിക്കാതിരിക്കാനാണ് നമ്മളിതാ ഒന്നിങ്ങനെ ഇളക്കിയിട്ട് എടുക്കുക എന്നുള്ള കാര്യം ചെയ്യണം. അപ്പോൾ ഇതേപോലെ വെച്ച് നോക്കൂ, ഒരു കേടും വരില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഒരു നുള്ളു ഷുഗർ ഇട്ട് വെക്കാം. പിന്നെ വേണമെന്നുള്ളവർക്ക് ഈ ഫോയിൽ പേപ്പർ മടക്കിയിട്ട് കുറച്ച് അതിനകത്തിട്ട് വെക്കാം. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇപ്പോൾ ഫോയിൽ പേപ്പർ അതിനകത്ത് പെടുന്നത് ഇഷ്ടമല്ലാത്തവർ അങ്ങനെ ചെയ്യേണ്ട. കൂടുതൽ മോയ്സ്ചർ ഒന്നും ആവാതെ അത് കട്ട പിടിക്കാതെ കുറേ മാസങ്ങൾ നമുക്കിത് പുറത്ത് തന്നെ സൂക്ഷിക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ, ഫ്രിഡ്ജിൽ സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ എത്ര കാലവും ഇരിക്കും. ഇതിൻ്റെ ഡേറ്റ് കഴിയുന്നവരെയും അത് നമുക്ക് ഫ്രിഡ്ജിൽ ഇരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത ടിപ്സ് എന്ന് പറയുന്നത്, നമ്മൾ ഇതേപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും ഒരു പാത്രം, എന്തെങ്കിലും ഒരു കണ്ടെയ്നർ കാര്യങ്ങളോ എന്തെങ്കിലും ഒന്ന് എടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ നമ്മുടെ ബോട്ടിലിൻ്റെയോ ഒക്കെ ഒരു ക്യാപ്പ് ഉണ്ടാവില്ലേ, ഏത് ബോട്ടിലിൻ്റെ മൂടിയായാലും ശരി, അതിങ്ങനെ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ മുട്ടത ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇത് ഫ്രിഡ്ജിലല്ല നമ്മൾ വെക്കുന്നത്, പുറത്ത് സൂക്ഷിക്കാനാണ് ഇത്. ഇതിൻ്റെ കൂർത്ത ഭാഗം താഴേക്കായിട്ട് വേണം കേട്ടോ വെക്കാനായിട്ട്. 1 മാസത്തോളം ഈ ഒരു കോഴിമുട്ട നമ്മുടെ കേടാവാതെ, ഫ്രിഡ്ജിലൊന്നും സ്ഥലമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് വെക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ പുറത്ത് വെച്ചാലും ഒരു കേടും വരില്ല. നിങ്ങളൊരു 3 ആഴ്ചയൊക്കെ വെച്ചാലും മതി. ഒരു മാസത്തോളം കേടാവാതിരിക്കും. പക്ഷെ എന്നാലും നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടെങ്കിൽ 2-3 ആഴ്ച വരെയും നിങ്ങൾക്ക് വെക്കാം. ഈ ഒരു കൂർത്ത ഭാഗം തന്നെ താഴോട്ട് വെക്കണം കേട്ടോ. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ പറഞ്ഞാൽ, നമ്മളെപ്പോഴും നമ്മൾ കോഴിമുട്ട വാങ്ങിച്ചതിന് ശേഷം നമ്മൾ വീട്ടിൽ വെക്കുന്നതിന് മുന്നേ അത് നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട്. അതായത് ഈ ഒരു കോഴിമുട്ട കടയിൽ നിന്ന് കൊണ്ടുവന്ന് അങ്ങനെ ഇങ്ങോട്ട് എടുത്ത് വെക്കരുത്. എപ്പോഴും അത് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് വാഷ് ചെയ്തിട്ട് മാത്രം വെക്കാനായിട്ട് നോക്കുക. കാരണം എന്താന്ന് പറഞ്ഞാൽ ഇതിൽ അത്ര വൃത്തിയായിട്ടുണ്ടായിരിക്കില്ല. ഇപ്പം നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെയാണ് വാങ്ങിച്ചതെങ്കിൽ കൂടി അതിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇത് കാണും. അപ്പോൾ നമ്മൾ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കണം. അങ്ങനെ ഒരു കാര്യവും കൂടി ഉണ്ട്. പിന്നെ ഇത് നമ്മൾ 1 മാസത്തോളം ഇരിക്കുന്നു പറഞ്ഞല്ലോ, ഫ്രിഡ്ജിൽ വെക്കാതെ പുറത്ത് തന്നെ ഇങ്ങനെ ഈ കൂർത്ത ഭാഗം താഴോട്ട് വെക്കണം. പിന്നെ അതേപോലെ തന്നെ നമ്മളിപ്പോൾ വർക്ക് ഏരിയയിലോ എവിടെയെങ്കിലുമൊക്കെ വെച്ചാൽ മതി. പക്ഷേ വെയിൽ ഡയറക്റ്റ് അടിക്കുന്ന സ്ഥലത്ത് വെക്കരുത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് കേടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതേപോലെ നമുക്കിപ്പോൾ ഇതിൽ ഇനിയും കൊള്ളൂട്ടോ. പക്ഷേ ഒരുപാട് ഇങ്ങനെ അടുപ്പിച്ച് മുട്ടിച്ചിങ്ങനെ വെക്കരുത്. കുറച്ചൊന്ന് വിട്ടിട്ടൊന്ന് വെക്കാം. ഒരു ഗ്യാപ്പ് വിട്ടിട്ട് വെക്കുക കേട്ടോ. പിന്നെ ഇത്രയൊന്നും ഗ്യാപ്പ് വിടേണ്ട ആവശ്യമില്ല. എൻ്റെ ഇപ്പോൾ എടുത്തെടുത്ത് തീരാറായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഉള്ളത് കുറച്ച് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കുറച്ചൊരു ലേശം ഗ്യാപ്പ് വിട്ടിട്ട് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കൂ. നമ്മുടെ ഫ്രിഡ്ജിൽ സ്ഥലം ഇല്ലെങ്കിൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പുറത്തിങ്ങനെ 1 മാസത്തോളം കോഴിമുട്ട കേടാവാതിരിക്കും കേട്ടോ.
അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ മിക്സി അല്ലെങ്കിൽ ഫുഡ് പ്രോസസ്സർ ഇതേപോലത്തെ നമ്മുടെ അല്ലെങ്കിൽ എയർ ഫ്രയർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ കൗണ്ടർ ടോപ്പിൽ നിന്ന് അത് നീങ്ങാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണല്ലേ, നമുക്കങ്ങനെ മാറ്റി വെക്കാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് മാറ്റി വെക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഒരു പ്ലാസ്റ്റിക് കവർ മടക്കിയിട്ട് ഇതിന് താഴെ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ എന്താ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലീൻ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഇത് എങ്ങോട്ട് വേണേലും നമുക്കത് പെട്ടെന്ന് നീക്കി വെക്കാനായിട്ട് നമുക്ക് എളുപ്പമാണ്. ഇപ്പം മിക്സി ആവട്ടെ എല്ലാ കാര്യങ്ങളും അതെ, അതിൻ്റെ ആ ബുഷ് അങ്ങനെ നല്ല ഇങ്ങനെ പിടിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കത് മാറ്റി വെക്കാൻ പാടാണല്ലേ. അപ്പോൾ അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നമുക്കിങ്ങനെ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചാൽ മതി. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും മിക്സിയൊക്കെ സമയത്ത് നമ്മൾ അരയ്ക്കുന്ന സമയത്ത് എന്തെങ്കിലും താഴെ വീണാൽ തന്നെ ക്ലീൻ ചെയ്യാനും എളുപ്പമാണ്. ഈ പ്ലാസ്റ്റിക് കവർ എടുത്ത് മാറ്റിയാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ടിപ്സും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ നമുക്ക് ഇഡ്ഡലിയൊക്കെ പെട്ടെന്ന് നമുക്ക് എടുത്താൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അടുത്തൊരു കാര്യം ചെയ്യാൻ പറ്റുന്നത്, നമുക്കിപ്പോൾ നല്ല ചൂടുണ്ടെന്ന് വിചാരിച്ചോളൂ, നമുക്ക് സമയമില്ല ഒട്ടും, നമുക്കിത് വെയിറ്റ് ചെയ്യാനായിട്ട് സമയമില്ലെങ്കിൽ നമ്മൾ ആ ചൂടോട് കൂടി തന്നെ ആ ഇഡ്ഡലിയുടെ മുകളിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക, തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇപ്പോൾ നമുക്ക് ഇഡ്ഡലി വെന്ത ആ ഒരു സമയത്ത് തന്നെ നമുക്ക് എടുത്താൽ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെള്ളം ഒഴിച്ച് മുകളിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഇഡ്ഡലി എടുത്താൽ കിട്ടും കേട്ടോ. പിന്നെ അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത്, നമ്മൾ ഇഡ്ഡലി ചൂടോട് കൂടി തന്നെ, ഇപ്പോൾ ഇത് ഓഫ് ചെയ്തിട്ടേ ഉള്ളൂ, ഈ ചൂടോട് കൂടി തന്നെ നമ്മളത് എടുക്കാതിരിക്കുക എന്നുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് നേരാവണ്ണം ഇതിൽ നിന്ന് വിട്ട് കിട്ടില്ല കേട്ടോ. പിന്നെ ഇഡ്ഡലി കിട്ടാനായിട്ട് നമ്മൾ അടുത്തൊരു കാര്യം ചെയ്യാൻ പറ്റുന്നത്, ഒന്നിങ്ങനെ കുത്തനെ ഒന്നിങ്ങനെ വെച്ചേക്കുക എന്നുള്ളൊരു കാര്യമാണ് കേട്ടോ. ചൂടാറുന്ന വരെ ഒന്നിങ്ങനെ ചെരിച്ച് ഇങ്ങനെ വെച്ചേക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്താൽ കിട്ടും കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് പറഞ്ഞിട്ടുള്ള ഈ ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കില്ല വിചാരിക്കണു. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നാളെ വീണ്ടും കാണാം. അതുവരെ ബൈ.